ഹായ്, എനിക്കൊരു കഥയാണ് പറയാനുള്ളത്. 2025 ഞങ്ങൾ 3 പേരും കൂടി തുടങ്ങിയ ഒരു സംരംഭമായിരുന്നു കമല ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്. അതിൻ്റെ അകത്ത് റെസിൻ വർക്കുകളും എല്ലാത്തരം ക്രാഫ്റ്റ് വർക്കുകളും ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. ആദ്യമൊക്കെ ഞങ്ങൾ വർക്ക് ചെയ്യാൻ അങ്ങോട്ട് പോയി ചോദിക്കുമായിരുന്നു. ഇപ്പോൾ ആൾക്കാരറിഞ്ഞ് ഞങ്ങൾക്ക് വർക്ക് തരുന്നു. അങ്ങനെ 2025 ഞങ്ങൾ നെയിം സെറ്റിൻ്റെ പരസ്യം ഇട്ടപ്പോൾ ഒരു ഓർഡർ പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല. 2026 ആയപ്പോൾ ഞങ്ങൾക്ക് 25 ഓർഡർ കിട്ടി. അതുപോലെ തന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ 5 സബ്സ്ക്രൈബേഴ്സ് മാത്രം ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ 40 പേരായി. ഇനിയും കൂടുതൽ ആൾക്കാർ വരുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ ഇന്നും വൈകുന്നേരം 4 മണി പലഹാരം എൻ്റെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കും. ഇന്ന് ചക്ക വറുത്തതാണ് ഉണ്ടാക്കി കൊടുത്തത്. ചക്ക വറുത്തതെല്ലാം കഴിച്ചുകൊണ്ടിരുന്നു. വൈകുന്നേരം അപ്പുറത്തെ വീട്ടിലെ കൊച്ച് പരിസ്ഥിതി ദിനത്തിന് വേണ്ടി ഒരു തൊപ്പി ഉണ്ടാക്കി തരാൻ എന്നും പറഞ്ഞ് വന്നു. ആ കൊച്ചിന് തൊപ്പിയും ഉണ്ടാക്കി കൊണ്ടുവരുന്നപ്പോൾ അമ്പലപ്പുഴ പാൽപ്പായസം രതീഷേട്ടൻ കൊണ്ടുവന്നു തന്നു. ഇന്ന് അമ്പലപ്പുഴ വെച്ച് അവർക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടത്തേക്ക് വേണ്ടി വാങ്ങിച്ചതിൻ്റെ ബാക്കി വന്ന പായസം ഞങ്ങൾക്കും കൊണ്ടു തന്നു. അങ്ങനെ അമ്പലപ്പുഴ പായസം എല്ലാം കുടിച്ച് ഉണ്ണിയുടെ ബുക്ക് അപ്പം തന്നെ പൊതിഞ്ഞ് വെച്ചു. ബുക്ക് കൈയോടെ പൊതിഞ്ഞ് വെച്ചില്ലെങ്കിൽ പിന്നെ മടി പിടിക്കും. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് എല്ലാ ബുക്കും പൊതിഞ്ഞു. ഈ പ്രാവശ്യം ഒത്തിരി വെട്ടലുകളൊന്നും ഇല്ലാതെ പെട്ടെന്ന് ബുക്ക് പൊതിയുന്ന ഒരു ടെക്നിക്ക് കണ്ടായിരുന്നു. അങ്ങനെ ബുക്ക് പൊതിഞ്ഞ് എല്ലാം എടുത്ത് വെച്ചു.